നിങ്ങൾ ഒത്തിരി പേര് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടൊരു സീരീസാണിത്. അഡോളസെൻസ് ആകെ 4 എപ്പിസോഡുകൾ മാത്രമുള്ളൊരു മിനി സീരീസാണ്. എന്തുകൊണ്ട് ഇത്ര ഹൈപ്പ് എന്ന് ചോദിച്ചാൽ ഈ സീരീസ് ഇപ്പോൾ വളരെ വളരെ റെലവൻ്റ് ആണ്. അഡോളസെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചൈൽഡ് അഡൽട്ടായി മാറുന്ന ആ ഒരു ഏജ് ടൈമിനെയാണ് പറയുന്നത്. 13 മുതൽ 17 വയസ്സ് വരെ പ്രായം. കുട്ടിത്തൊക്കെ വിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതം മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു ബേസിക് സ്റ്റേജാണിത്. ഈ ഒരു സ്റ്റേജിൽ എങ്ങനെ ട്രെയിൻ ചെയ്യപ്പെടുന്നു, ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ പോകുന്നു, അതിനനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ളവരുടെ ജീവിതവും. ഇപ്പോൾ കറന്റ് നമ്മുടെ സറൗണ്ടിങ്സിൽ നടക്കുന്ന കുറേ പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. 2K കിഡ്സ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വൻ പ്രശ്നമാണല്ലോ. ഐ ഡോണ്ട് തിങ്ക് സോ. 2K കിഡ്സ് ആണ് പ്രശ്നം എന്നൊന്നും പറയാനില്ല. അതിപ്പോൾ മൊത്തത്തിലൊരു സാഹചര്യം അങ്ങനെയാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മളുടെ നീഡ്സ് അനുസരിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള സാധനങ്ങൾ ഡെലിവർ ചെയ്യുന്ന അൽഗോരിതംസ്, എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാം, കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചുള്ള റീൽസ് ഒക്കെ നമുക്ക് എത്തിച്ചു തരിക, പല സാഹചര്യങ്ങളിലും നമ്മൾ പോലും അറിയാതെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുക, ഇങ്ങനെ ഒത്തിരി പരിപാടി ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ സീരീസിൻ്റെ കഥ പൂർണ്ണമായും കേട്ട് മനസ്സിലാക്കാം. ഈ കാണുന്ന ഇദ്ദേഹം ഒരു ഡിറ്റക്റ്റീവാണ്. ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ ലൂക്ക്. നമുക്ക് ആളെ DI എന്ന് വിളിക്കാം. രാവിലെ തന്നെ ഡ്യൂട്ടിയിലാണ്. എന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു തീർക്കാൻ പോവാണ്. സ്കൂളിൽ പോകാൻ മടിയുള്ള ആളുടെ മകൻ ആദം ആൾക്കൊരു വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ട്. അച്ഛാ, എനിക്ക് ഭയങ്കര ചുമയാണ്, ദേ ഇന്നിപ്പോൾ ഞാൻ സ്കൂളിൽ പോയാൽ എങ്ങനെയാ ശരിയാവോ? വല്ലാത്ത വയറുവേദനയും എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മുടെ കുടുംബത്തിന്റെ മാനം. ചെക്കൻ്റെ ഉടായ്പാണെന്ന് DIക്ക് അറിയാം. അതുകൊണ്ട് പുള്ളി മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അതിനർത്ഥം DI ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. വീട്ടിൽ ഭാര്യയുണ്ട്, അവൾ ചെക്കനെ ഉന്തിത്തള്ളി സ്കൂളിൽ പറഞ്ഞു വിട്ടോളൂ. DIയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ പുള്ളിക്കാരിയാണ് മിഷ ഫ്രാങ്ക്. ഇവർ DS ആണ്, ഡിറ്റക്റ്റീവ് സർജന്റ്. DIയുടെയും DSന്റെയും നേതൃത്വത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മിഷന് വേണ്ടി പോവാണ്. ഒരു കൊലപാതകയെ പിടിക്കാൻ. പോലീസുകാർ കൊലപാതകയുടെ വീട് ചുറ്റി വളഞ്ഞു, വാതിൽ ഇടിച്ചു തകർത്ത് ഗൺസ് ഒക്കെ ആയിട്ട് അകത്ത് കയറി. വീട്ടുകാരങ്ങ് ഞെട്ടിപ്പോയി. ഒരു സാധാരണ വീടാണത്. അച്ഛനും അമ്മയും മക്കളും താമസിക്കുന്ന ചെറിയൊരു വീട്. എല്ലാവരെയും ഗൺ പോയിന്റിലാക്കി വീട്ടിലെ ഇളയ പയ്യന്റെ റൂമിലേക്ക് കയറി ചെന്ന് കൊലപാതകത്തിന് അവനെ അറസ്റ്റ് ചെയ്യുവാണ്. വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള ജാമി മില്ലർ എന്ന ഈ പയ്യൻ കൊലപാതകം ചെയ്തിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ജാമിയുടെ വീട്ടിൽ അവന്റെ അച്ഛനും അമ്മയും ചേച്ചിയും ഉണ്ട്. പെട്ടെന്ന് പോലീസുകാർ ഇങ്ങനെ ഇടിച്ചു കയറി വന്ന് ജാമിയെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ് അവര്. ഇതെന്താ സംഭവം, ഏതാ സംഭവം എന്നൊന്നും ഇവർക്ക് അറിയില്ല. പ്ലീസ്, നിങ്ങൾ ഇത് എന്താ കാണിക്കുന്നേ? ഞങ്ങളുടെ മകൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അവൻ അങ്ങനെ ഒരാളൊന്നുമല്ല, അവൻ ആകെ 13 വയസ്സേ ഉള്ളൂ എന്നൊക്കെ അച്ഛനും അമ്മയും ഇങ്ങനെ തുടർച്ചയായിട്ട് പറയുന്നുണ്ടെങ്കിലും DIയും DSും മറ്റുദ്യോഗസ്ഥരും ഇവരെ സമാധാനപ്പെടുത്തി കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. വീട്ടിൽ ഇടിച്ചു കയറി ചെന്ന് അറസ്റ്റ് ചെയ്ത് അങ്ങ് പിടിച്ചുകൊണ്ട് പോകുക എന്നുള്ളതല്ല. ഇതിനകത്ത് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പോലീസ് ചെയ്യുന്ന ഓരോ പ്രൊസീജിയേഴ്സും കൃത്യമായി അവർ ഇവർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ലൈക്ക് എന്ത് കാരണം മൂലമാണ് ഇവർ ഇങ്ങോട്ട് വന്നത്, ജാമി ചെയ്ത കുറ്റം എന്താണ്, ഇനി മുന്നോട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്താണ്, പെട്ടെന്നൊരു വീട്ടിൽ അതിക്രമിച്ച് കയറി ചെന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇടിച്ചു കയറി ചെന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാൻ തുടങ്ങി വിശദമായിട്ട് ഈ ഒരു പ്രൊസീജിയറിനിടെ ഇവർ പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാണ് ജാമിയുടെ അച്ഛനും അമ്മയും, എഡ്ഡി മില്ലർ, മാൻഡ മില്ലർ. സ്വാഭാവികമായിട്ടും അവരും ആകെ പേടിച്ചിരിക്കുകയാണ്. 13 വയസ്സുള്ള മകൻ കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞ് പോലീസ് അവനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല, തങ്ങളുടെ മകൻ അങ്ങനെ ഒരു വ്യക്തിയല്ലെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ബട്ട് അവർ ഡിറ്റക്ടീവ്സിന് അവരുടെ ജോലി ചെയ്തേ പറ്റുള്ളൂ. ജാമ്യം പിടിച്ച് വണ്ടിയിൽ കയറ്റിയിട്ട് പേരൻസിനോട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്റ്റേഷനിലേക്ക് വരാം, അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ടുവരാം, ഈ കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് അതിന്റെ പ്രൊസീജിയേഴ്സ്, ലീഗൽ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ജാമ്യം കൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. ഓൺ ദ വേയിൽ തന്നെ സ്റ്റേഷനിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ DI ജാമിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജാമി, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, നീ ആദ്യം ഒന്ന് സമാധാനപ്പെട്, കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് ലോയർ വേണോ ചോദിക്കും. അപ്പോൾ വേണമെന്ന് പറയണം. നിനക്കൊരു സപ്പോർട്ടായിരിക്കും, നിനക്ക് വേണ്ടി വാദിക്കാൻ ഒരാൾ വേണം. നിന്റെ പേരൻസിനോട് ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇദ്ദേഹമാണ് ഡെറിക്, ഡോൺകാസ്റ്റർ സോഷ്യൽ സർവീസസ് ചെയ്യുന്ന. സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞ് നിന്റെ കൂടെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിൽ ആരെങ്കിലും നിൽക്കണമെന്ന് ചോദിക്കും. നിനക്ക് വേണമെങ്കിൽ ഡെറിക്കിനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചൂസ് ചെയ്യാം, ഈവൻ നിന്റെ പേരൻസിനെ പോലും ചൂസ് ചെയ്യാം. ഇക്കാര്യങ്ങളൊക്കെ ജാമി കേൾക്കുന്നുണ്ടെങ്കിലും കരച്ചിലൂടെ കരച്ചിലാണ്. വെറും 13 വയസ്സ് മാത്രമല്ലേ പ്രായമുള്ളൂ, 8ാം ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രായം. അങ്ങനെ ജാമിയും കൊണ്ട് സ്റ്റേഷനിലെത്തി. ഓക്കെ ജാമി, നിന്റെ ഫുൾ നെയിം എന്താ? സർ, ഞാനൊന്നും ചെയ്തില്ല സർ. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല ജാമി, നീ ആദ്യം നിന്റെ ഫുൾ നെയിം പറയൂ. പയ്യനും ജാമി എഡ്വാർഡ് മില്ലർ എന്ന് പറയും. ഓക്കെ, നിനക്ക് ഇനി ഒരു അഡ്വക്കേറ്റിന്റെ സഹായം വേണമല്ലോ. നിനക്ക് ലോയർ ഉണ്ടോ അതോ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരണോ? അത് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഓക്കെ, നിനക്ക് 18 വയസ്സാവാത്തത് കൊണ്ട് എന്തായാലും നിനക്ക് ഒരു അഡ്വക്കേറ്റ് വേണം. ഈ പ്രൊസീജിയേഴ്സിൽ മൊത്തം നിന്റെ കൂടെ ഒരാൾ വേണം. അതിനിപ്പോൾ ഡെറിക്ക് മതിയോ അതോ നിന്റെ പേരൻസിൽ ആരെങ്കിലും മതിയോ? അത് ഡെറിക്ക് വേണ്ട, എൻ്റെ അച്ഛൻ മതി. ഓക്കെ ജാമി, നിനക്ക് എന്തെങ്കിലും ലോങ് ടേം മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടോ? ആസ്മ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അലർജീസ്? ഇല്ലില്ല, അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഗുഡ്. നീ എപ്പോഴെങ്കിലും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടോ? അതിനും ജാമി ഇല്ലെന്നാണ് മറുപടി പറയുന്നത്. ശരി, നീ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ജാമി ഒന്നും കഴിച്ചിട്ടില്ല. വെളുപ്പിന് 6:31 ആയതുള്ള സമയം. കിടക്കപ്പായി എണീറ്റ് വന്നപ്പോൾ തന്നെ പോലീസ് പിടിച്ചുകൊണ്ട് വന്നു. ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനിയിപ്പോൾ അടുത്ത 24 മണിക്കൂറത്തേക്ക് ഇവനെ ഈ സ്റ്റേഷനിൽ തന്നെ ഇവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടൈമിനുള്ളിൽ ഇവനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കണം. ഏതാണ്ട് അപ്പോഴേക്കും ജെയ്മിയുടെ ഫാമിലിയും സ്റ്റേഷനിലെത്തി. ഇപ്പം ജെയ്മിക്ക് അവരെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവനെ ആദ്യം സെല്ലിലേക്ക് മാറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പേരൻസിനെ മീറ്റ് ചെയ്യാം. പിന്നീടുള്ള പ്രൊസീജിയേഴ്സിലൊക്കെ അവന്റെ അച്ഛനും അവന്റെ കൂടെ ഉണ്ടാവും. ദെൻ DI ലൂക്ക് ജെയ്മിയുടെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു. ലുക്ക്, നിങ്ങൾക്കിത് വളരെ ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷൻ ആണെന്ന് എനിക്കറിയാം. എന്നാലും ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇങ്ങനെയാണ്, നിങ്ങൾ സഹകരിച്ചേ പറ്റുള്ളൂ. നിങ്ങളുടെ മകൻ വക്കീലിനെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ അഡ്വക്കേറ്റ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ അഡ്വക്കേറ്റ്സ് ആരും ഇല്ല. ഓക്കെ, പ്രശ്നമില്ല, ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്ത് തരാം. അല്ല, അതെങ്ങനെ ശരിയാവും? നിങ്ങൾ അറേഞ്ച് ചെയ്തിരുന്ന അഡ്വക്കേറ്റ് ഞങ്ങൾക്ക് വേണ്ടി നന്നായിട്ട്
സ്വന്തമായിട്ട് വാദിക്കുമോ? സാർ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്ന അഡ്വക്കേറ്റ് ആണെങ്കിലും അവർ നിങ്ങൾക്ക് വേണ്ടിയേ വാദിക്കുള്ളൂ. നിങ്ങൾ കാശ് കൊടുത്ത അഡ്വക്കേറ്റിനെ വെക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്ന അഡ്വക്കേറ്റ് നിങ്ങളുമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി വരണം, ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യണമെന്ന് എല്ലാം പറഞ്ഞുതരും. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇന്നേരം ജെയ്മിയുടെ അമ്മ, അല്ല നിങ്ങൾക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നേ? വീട്ടിൽ വന്ന് അത്രയും ബഹളം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ട് നോർമലായിട്ട് സംസാരിക്കുന്നു. അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയേ? എൻ്റെ മകളെയും പിടിച്ച് തള്ളിയിടുകയോ ചെയ്തു. ഇല്ല മാം, അങ്ങനെയൊന്നും സംഭവിച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല. പിന്നെ നിങ്ങളുടെ കൂടെ സേഫ്റ്റി ഉദ്ദേശിച്ചാണ് പെട്ടെന്ന് അങ്ങനെ കയറി വന്നപ്പോൾ നിങ്ങളോട് തറയിൽ കിടക്കാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് മോശമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും. ആവശ്യമെങ്കിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തോളൂ, പ്രശ്നമില്ല, ഞങ്ങൾ അന്വേഷിക്കാം. ദെൻ ജാമിയുടെ അച്ഛൻ എഡ്ഡിയെ ജാമിയുടെ അടുത്ത് കൊണ്ടുവന്നു. ജാമിയുടെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടൊരു നേഴ്സും വന്നിട്ടുണ്ട്. പോലീസുകാരും നേഴ്സും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ജാമി ഉത്തരം കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ ഇടയ്ക്കിടെ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. ചെറിയ കുട്ടിയല്ലേ, കൈയും കാലും ഒക്കെ വല്ലാണ്ടങ്ങ് വിറയ്ക്കുന്നു. പേഴ്സണലി അച്ഛനോട് സംസാരിക്കാനായിട്ട് കുറച്ച് ടൈം കിട്ടുന്നുണ്ട്. അപ്പോഴും അവൻ പിന്നെയും ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഇവർക്ക് ആൾ മാറിപ്പോയതാണ്, എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് അറിയത്തില്ല എന്നൊക്കെ. ദെൻ ഒരു അല്പസമയം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ജാമിക്ക് വേണ്ടി പോലീസ് അറേഞ്ച് ചെയ്ത വക്കീൽ വന്നു. ഇദ്ദേഹത്തിന്റെ പേര് പോൾ ബാർലോ. വക്കീൽ ആദ്യം തന്നെ ജാമിയുടെ ഫാമിലിയെ മീറ്റ് ചെയ്ത് പേടിക്കാൻ ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, പോലീസ് അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, അതുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള പ്രൊസീജിയേഴ്സിലൊക്കെ ജാമിയുടെ കൂടെ ജാമിയുടെ അച്ഛൻ ഉണ്ടാവണം. ഓക്കെ, പേടിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം നേരെ പോയി DIയെയും DS-നെയും കാണും. ഇന്നലെ രാത്രി 10:13 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. കൊലപാതകം നടന്ന ഉടനെ തന്നെ അതിനെപ്പറ്റി അന്വേഷിച്ച് ജാമിയാണ് കുറ്റക്കാരെന്ന് പോലീസ് കണ്ടെത്തുമായിരുന്നു. ഒട്ടും താമസിച്ചില്ല, വെളുപ്പിന് തന്നെ അവന്റെ വീട്ടിൽ ചെന്ന് അവനെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഫിസിക്കലി ജാമി ഓക്കെയാണ്, ഫിറ്റാണ്. അവന് കഴിക്കാൻ ഫുഡൊക്കെ വാങ്ങി കൊടുത്തെങ്കിലും പയ്യൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അതേപോലെ അവനെ അറസ്റ്റ് ചെയ്തത് മുതൽ ഇപ്പോൾ വരെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ, കേസിന്റെ പ്രൊസീജിയേഴ്സ്, അതിന്റെ സ്റ്റെപ്സ് എല്ലാം അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാം കൃത്യമായി അവനെ ബോധിപ്പിക്കുന്നുണ്ട്. ലീഗലായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് DIയും DS-ഉം പറഞ്ഞു. ദെൻ ജാമിയുടെ അച്ഛനെയും ജാമിയും എല്ലാം വിളിച്ച് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന ജാമിയുടെ ഫോട്ടോസ് എടുക്കണം. ജാമി ലുക്ക്, നേരെ ക്യാമറയിലേക്ക് നോക്ക്. ഓക്കെ, ഇനി ആ സൈഡിലേക്ക് തിരിഞ്ഞു. ഗുഡ്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിഞ്ഞു നിന്നേ. ഓക്കെ, വെരി ഗുഡ്. ദെൻ ജാമിയുടെ ഫിംഗർ പ്രിന്റ് എടുക്കുന്നു. 10 വിരലിലെയും ഫിംഗർ പ്രിന്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബ്ലഡ് എടുക്കുന്നുണ്ട്. ജാമിക്ക് സിറിഞ്ച് പേടിയായതുകൊണ്ട് അവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും ജാമിയുടെ അച്ഛൻ എഡ്ഡി കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അവനെ സമാധാനിപ്പിച്ച്, മോനെ കുഴപ്പമൊന്നുമില്ല, നീ എന്നെ നോക്കിയാൽ മതി, നീ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ബ്ലഡ് എടുത്തു. ദെൻ ജാമിയോട് അവന്റെ ഡ്രസ്സ് മുഴുവൻ മാറ്റാൻ പറയുവാണ്. അണ്ടേഴ്സ് ഉൾപ്പെടെ മുഴുവൻ മാറ്റണം. അവന്റെ ശരീരം മുഴുവൻ ചെക്ക് ചെയ്യണം. ശരീരത്തെ എന്തെങ്കിലും മാർക്സ് ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ, റീസെന്റ് സംഭവിച്ച എന്തെങ്കിലും മുറിവുകളോ പാടുകളോ ചതവുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ജാമിയുടെ അച്ഛൻ ഇത് എതിർക്കുന്നുണ്ട്. അല്ല, അത് പറ്റത്തില്ല, അവരൊരു 13 വയസ്സായ പയ്യനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പ്രായത്തിലുള്ളൊരു കുട്ടിയോട് ഫുൾ ഡ്രസ്സ് ഊരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? സർ, ഇത് പ്രൊസീജിയറാണ്, ഇത് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് വരും. എഡ്ഡി പോലീസുകാരോട് കുറച്ചൊക്കെ തർക്കിക്കുന്നുണ്ടെങ്കിലും ജാമി തന്നെ, അച്ഛാ കുഴപ്പമില്ല, ഞാൻ ഡ്രസ്സ് ഊരിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ ഡ്രസ്സ് മുഴുവൻ അഴിച്ച് വിശദമായിട്ട് പരിശോധിച്ചു. അവന്റെ ബോഡിയിലുള്ള പാടുകളും മറ്റുമൊക്കെ റെക്കോർഡ് ചെയ്ത് നോട്ട് ചെയ്യുന്നുണ്ട്. ജാമി ഇട്ടിരുന്ന ഡ്രസ്സെല്ലാം മാറ്റി പുതിയ ഡ്രസ്സും കൊടുത്തു. ദെൻ ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നതിന് മുമ്പ് വക്കീല് ജാമിയോടും അവന്റെ അച്ഛനോടും സംസാരിക്കുന്നുണ്ട്. ഓക്കെ ജാമി, മെയിൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ചോദ്യം ചെയ്യൽ മാത്രമേ ബാക്കിയുള്ളൂ. ഞാനും ചോദിക്കട്ടെ, നിനക്ക് സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാ? അങ്ങനെ ചോദിച്ചാൽ ഹിസ്റ്ററി എനിക്ക് ഇഷ്ടമാണ്, കഥകളൊക്കെ കേൾക്കാൻ. ഓക്കെ, ഹിസ്റ്ററിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഏതാ? അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതിൽ ബ്രൂണലിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സ്റ്റോറീസ് ഒക്കെ ഇഷ്ടമാണ്. ഓക്കെ, ഗുഡ് ബോയ്. ജാമി, ഞാനിവിടെ വന്നത് നീ ആ കൊലപാതകം ചെയ്തോ ഇല്ലയോ ചോദിക്കാനൊന്നുമല്ല. എൻ്റെ ജോലിയും നിന്റെ അച്ഛൻ്റെ ജോലിയും നിന്നെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡിറ്റക്റ്റീവ്സ് നിന്നോട് പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ അവർ കുഴച്ചു മറിച്ച് ചോദിച്ചെന്നിരിക്കും. സോ ഇന്നലെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നീ നോ കമന്റ് എന്ന് പറഞ്ഞാൽ മതി. കാഷ്വൽ ആയിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ നിനക്ക് ഉത്തരം കൊടുക്കാം, അവിടെ ഒന്നും കുഴപ്പമില്ല. ഇന്നലെ എന്ത് സംഭവിച്ചു, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു, എന്ത് ചെയ്യുമായിരുന്നു, അങ്ങനെയൊക്കെയുള്ള പെർട്ടിക്കുലർ ചോദ്യങ്ങൾ വരുമ്പോൾ നീ ഉത്തരം പറയാതിരുന്നാൽ മതി. മനസ്സിലായോ? എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് വക്കീൽ ആ റൂമിൽ നിന്ന് എഴുന്നേറ്റ് മാറിയപ്പോൾ എഡ്ഡി ജാമിയോട്, മോനെ എന്നെ നോക്ക്, എന്താ സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചത് ഒന്നും എനിക്കറിയത്തില്ല, നീ എന്നോട് സത്യം പറയണം. നിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ, നീ ഇവർ പറയുന്ന പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോഴും ജാമി അവനൊന്നും ചെയ്തിട്ടില്ല, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ജാമി ഇത്രയും ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് ഇത് പോലീസിന് മിസ്റ്റേക്ക് പറ്റിയിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്നാലും പോലീസുകാരുടെ കോൺഫിഡൻസ് ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു ഡൗട്ട്. കൊലപാതകം ചെയ്തത് ജാമി അല്ലെന്ന് ഉറപ്പില്ലെങ്കിൽ അവരെന്തായാലും ഇത്രയും വെളുപ്പാൻ കാലത്ത് അവന്റെ വീട്ടിൽ അടിച്ചു കയറി ചെന്ന് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരത്തില്ലല്ലോ. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഒന്നീ ചെക്കൻ ആരെയോ കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ കൊന്നിട്ടില്ല. ഇത് ഭാഗമൊത്തം ഒരു പുകയാണല്ലോ. ഇതാരാണ് കൊല്ലപ്പെട്ടത്, ആരാണ് മരിച്ചതെന്ന് പോലും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ജാമിയുടെ വക്കീൽ പോലും സംശയത്തിലാണ്. പോലീസുകാർ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായും അവർക്ക് പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ടാവാം. ഏതായാലും ചോദ്യം ചെയ്യൽ തുടങ്ങി. DIയും DS-ഉമാണ് ചോദ്യം ചെയ്യുന്നത്. ജാമിയുടെ കൂടെ അവന്റെ അച്ഛനും വക്കീലും ഉണ്ടാവും. ഈ റൂമിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഈ ചോദ്യം ചെയ്യൽ മുഴുവൻ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടാവും. ഓക്കെ ജാമി, കഴിഞ്ഞ രാത്രി നീ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നോ കമന്റ്. ജാമി, ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയാണ് ചോദിക്കുന്നത്. ഇന്നലെ നീ എവിടെയായിരുന്നു, എന്താ ചെയ്തേ? ജാമി പിന്നെയും നോ കമന്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും കാര്യത്തെപ്പറ്റി ചോദിക്കാം. ഞാൻ ആക്ച്വലി നിന്റെ സ്കൂൾ റിപ്പോർട്ട്സ് ഒക്കെ നോക്കുമായിരുന്നേ. നിന്റെ ടീച്ചേഴ്സിനോടും
സംസാരിച്ചു, നിന്റെ അക്കാഡമിക് പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്, ബട്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള നിന്റെ സ്വഭാവത്തിലെ മാറ്റവും ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൽ നിനക്കായിട്ടൊരു സർക്കിൾ ഉണ്ടാവുമല്ലോ, ആരൊക്കെയോ നിന്റെ ക്ലോസ് ഫ്രണ്ട്സ്. ജാമി അതിന് ഉത്തരം പറയണോ വേണ്ടോ ചെറുതായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറയേണ്ടാന്ന് തീരുമാനിച്ച് നോ കമന്റ് എന്ന് പറഞ്ഞു. ഹേ എന്ത് ഇത് ജാമി, നീ നിന്റെ ഫ്രണ്ട്സിനെ കുഴപ്പത്തിലാക്കത്തൊന്നുമില്ല, നിന്റെ ഫ്രണ്ട്സിനെ പറ്റി ധൈര്യമായിട്ട് പറയാം. എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നിങ്ങൾ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയേ? നീ പറയുന്നത് ശരിയാണ്. ശരി, നമുക്ക് ആ ടോപ്പിക്ക് വിടാം. നമുക്ക് നിന്റെ റൊമാൻറ്റിക് താല്പര്യങ്ങളെ പറ്റി, സെക്സ്വൽ താല്പര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാം. നീ ഇൻസ്റ്റാഗ്രാമിൽ റീപോസ്റ്റ് ചെയ്ത ഫോട്ടോസാണിത്. ഈ മോഡലിനെ നിനക്ക് ഇഷ്ടമാണോ? ഈ പോസ്റ്റിന് താഴെയുള്ള കമന്റ് ഒക്കെ നോക്കിയേ, ഇത്ര മോശമായിട്ടുള്ള കമന്റ് ഒക്കെ ഇടാവോ? തമാശയ്ക്കും സർക്കാസത്തിനൊക്കെ ഒരു ലിമിറ്റ് വേണ്ടേ ജെമി? നിനക്ക് ഗേൾസിനെ ഇഷ്ടമാണോ? പയ്യനും അതേ എന്ന് ഉത്തരം പറയും. ഈ ഫോട്ടോയിൽ കാണുന്ന ഇതുപോലത്തെ പെണ്ണുങ്ങളെയാണോ ഇഷ്ടം? പോട്ടെ, നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല, ജെമിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായാൽ ഈ ഫോട്ടോയിൽ കാണുന്ന ഇവളെ പോലൊക്കെ ഇരിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അല്ലല്ല, ഇവരൊക്കെ ഭയങ്കര പ്രായമുള്ളവരല്ലേ? അത് ശരിയാണല്ലോ, പ്രായം ഒരു വലിയ മാറ്റർ അല്ലേ? അതുപോട്ടെ, നീ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ഈ ഫോട്ടോസ് ഇതിലുള്ളത് നിന്റെ ഫ്രണ്ട്സ് അല്ലേ? ഇതാരൊക്കെയാ? ജെമി ഉത്തരം പറയാൻ മടിച്ചപ്പോൾ DS, ജമി, ഞങ്ങളുടെ അവരുടെ ഫോട്ടോസ് ഉണ്ട്, അവരെ കണ്ടുപിടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നീ പറയാതിരുന്നാൽ ഇത് കൂടുതൽ കുഴപ്പത്തിലാവത്തേ ഉള്ളൂ, ഉത്തരം പറ. അന്നേരം ജെമിയും ആ ഫോട്ടോയിൽ അവനോടൊപ്പമുള്ള 2 ഫ്രണ്ട്സിനെ പറ്റി പറഞ്ഞു കൊടുത്തു. ഒരാളുടെ പേര് ടോമി, മറ്റൊരാൾ റയാൻ. ഗുഡ്, നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ? നിങ്ങളുടെ 3 പേരുടെ ഒരുമിച്ചുള്ള കുറേ ഫോട്ടോസ് ഉണ്ടല്ലോ. ടോമി എപ്പോഴും ഫോട്ടോ പോസ്റ്റ് ചെയ്യും, അതിലവൻ ഞങ്ങളെ ടാഗ് ചെയ്യും. നിങ്ങൾ 3 പേരും ഒരുമിച്ചല്ലേ പുറത്തു പോകാറ്? ഇന്നലെ രാത്രി 3 ആൾ ഒരുമിച്ച് പുറത്തു പോയിരുന്നു. അത് നോ കമന്റ്. ജാമി, ഇന്നലെ നീ പുറത്തു പോയിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. ഇത് നിന്റെ ഷൂസ് അല്ലേ? നൈക്ക് എയർ മാക്സ് വൈറ്റ് ആൻഡ് ബ്ലൂ. ജാമിക്ക് ഇതേ സെയിം മോഡൽ ഷൂ ഉണ്ടെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ അവൻ ആ ഷൂ ഇട്ടിരുന്നു എന്നുള്ള കാര്യം സമ്മതിക്കുന്നില്ല. ഓർമ്മയില്ല ഇന്നലെ ആ ഷൂ ആണോ ഇട്ടത് വേറെ എന്തെങ്കിലും ആണോ ഇട്ടെന്ന് അറിയില്ലെന്നൊക്കെ പറയുന്നു. ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടിയെ നിനക്കറിയില്ലേ? കേറ്റി ലിയോനാർഡ്. ഈ കുട്ടി നിന്റെ ക്ലാസ്സിലല്ലല്ലോ പഠിക്കുന്നത്. എന്നാൽ ചില സബ്ജക്റ്റ് നിങ്ങൾ ഒരുമിച്ച് വരും. ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നത്? ജാമി അതിന് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഈ കേറ്റി എന്ന പെൺകുട്ടിയും ജാമിയും ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഈ കേറ്റിയുമായിട്ട് എങ്ങനെയാ ജാമി, നല്ല ഫ്രണ്ട്സ് ആണോ നിങ്ങൾ? അത് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, എനിക്കറിയില്ല. നിന്റെ ഇൻസ്റ്റാ പോസ്റ്റിലൊക്കെ അവൾ കമന്റ് ഇടുന്നേ കാണാമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അല്ല, ഇവളെ പറ്റി എന്തിനാ ചോദിക്കുന്നേ? ഈ കുട്ടിയാണോ മരിച്ചത്? ജാമി, ശരിക്കും നിനക്ക് ഇവളാ മരിച്ചതെന്ന് അറിയത്തില്ല? എല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഇങ്ങനൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ നീ ബുദ്ധിമാനാണ്. ഉടൻ വക്കീൽ പോൾ ഇടയ്ക്ക് കയറി, സർ നിങ്ങളുടെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. അതിന് DS, ഓക്കെ നമുക്ക് ഈ പെൺകുട്ടിയെ പറ്റി തന്നെ സംസാരിക്കാം. ഈ കുട്ടിയുമായിട്ടുള്ള നിന്റെ ബന്ധം എങ്ങനെയാണ്? നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നോ? ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമോ? ഫ്രണ്ട്ഷിപ്പിൽ കവിഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ തമ്മിൽ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പോലും പറയാൻ പറ്റില്ല. ഓഹോ, അങ്ങനെയാണോ? നിങ്ങൾ തമ്മിൽ സെക്സ്വൽ റിലേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉടനെ എഡി, മാം നിങ്ങൾ എന്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഇവന് 13 വയസ്സേ ഉള്ളൂ. അറിയാം സാർ, ഇത് ഞങ്ങളുടെ ജോലിയല്ലേ, ചോദ്യങ്ങൾ ചോദിക്കട്ടെ. പറ ജാമി, നിനക്ക് കേറ്റിയുമായിട്ട് അത്തരത്തിലുള്ള ബന്ധം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലില്ല, നിങ്ങൾ പറയുന്ന പോലെ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് പോയിന്റിലേക്ക് വരാം. ഇന്നലെ രാത്രി 10 അടുപ്പിച്ചാണ് കേറ്റിയുടെ ബോഡി ഞങ്ങൾ കണ്ടെത്തിയത്. ഏതാണ്ട് 8 കേറ്റി അവളുടെ വീട്ടിൽ നിന്ന് പുറത്തു പോയിരുന്നു. അവളുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളുണ്ടായിരുന്നു. വിദഗ്ധമായ പരിശോധനയിൽ ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് അവൾ കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലായി. അതായത് 9:30-ക്കും 10:00-ക്കും ഇടയ്ക്ക്. ഈ ഒരു സമയത്ത് നീയും വീട്ടിലില്ലായിരുന്നു, നീയും പുറത്തായിരുന്നു. 7 തവണയാണ് കേറ്റിക്ക് കുത്തേറ്റത്. അവളുടെ ചെസ്റ്റില്, കഴുത്തില്, തൊടയില്, കയ്യില്, തുടരെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ അവളെ കുത്തിയിരിക്കുന്നു. നിനക്ക് CCTV എന്താണെന്നൊക്കെ അറിയാമല്ലോ അല്ലേ ജെമി? ഇങ്ങനൊരു ചോദ്യം വന്നതും വക്കീൽ അങ്ങ് സ്റ്റക്കായി. വെയിറ്റ് ഒരു മിനിറ്റേ, ഞങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്യണം, നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ തുടർന്നാലോ? എന്നാൽ ജെമിയുടെ അച്ഛൻ ബ്രേക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്തിനാണ് ഇവരിത്രയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലേ? എൻ്റെ മകൻ ആ കുട്ടിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. പ്ലീസ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കൂ. ഗുഡ്. ജെമി നോക്ക്, നീയും കേറ്റിയും ഇന്നലെ ഒരേ സ്ഥലത്തുണ്ടായിരുന്നതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഉണ്ട്. ഇത് രാത്രി 7:43 വിഷ്വൽസ് ആണ്. നോക്ക്, മെഡോ സ്ക്വയറിൽ നിൽക്കുന്നത് നീയും നിന്റെ 2 ഫ്രണ്ട്സും അല്ലേ, ടോമിയും റയാനും. നേരത്തെ കാണിച്ച അതേ ഷൂസ് തന്നെയാണ് നീ ഇട്ടിരിക്കുന്നത്. നീ തന്നെയാണിത്. ഏതാണ്ട് 1 മണിക്കൂറോളം നീ നിന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് മാറിപ്പോയി. നീ അവിടെ ഇവിടെയായിട്ട് ചുറ്റി നടക്കുന്നതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഉണ്ട്. ഏതാണ്ട് 9:45 കേറ്റിയും നീ ഉള്ള പ്രദേശത്തെത്തി. അവൾ നടന്നു പോകുന്നതിൻ്റെ വിഷ്വലും നീ അവളുടെ പിന്നാലെ പോകുന്നതിൻ്റെ വിഷ്വലും ഉണ്ട്. എന്തിനാ നീ അവളെ ഫോളോ ചെയ്തേ? ഇല്ലില്ല, ഞാൻ അവളെ ഫോളോ ചെയ്തൊന്നുമില്ലല്ലോ. ജെമി നോക്ക്, 9:46 വിഷ്വലാണിത്. അവൾ അങ്ങോട്ട് നടന്നു പോകുന്നു. 9:47 നീയും അതേ ഡയറക്ഷനിലേക്ക് നടന്നു പോകുന്നുണ്ട്. കേറ്റിയാണ് അതും തിരിച്ചറിഞ്ഞ് നീ അവളെ ഫോളോ ചെയ്യുന്നതാണ്. ഇനിയും എന്തിനാണ് കള്ളം പറയുന്നത്? ഉള്ള കാര്യം തുറന്നു പറ ജെമി. എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പം നീ എന്ത് പറഞ്ഞാലും സമ്മതിക്കത്തില്ല. കഴിഞ്ഞ ദിവസം നീയും കേറ്റിയും തമ്മിൽ കാർ പാർക്കിങ്ങിൽ വെച്ച് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അതിന്റെ വിഷ്വൽ ഒന്ന് കണ്ടു നോക്കിയാലോ? ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാം ജെമിയും കേറ്റിയും തമ്മിൽ തർക്കിക്കുന്നത്. 2 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് കേറ്റി ജെമിയെ പിടിച്ച് തള്ളിയിട്ട് അവിടുന്ന് മാറിപ്പോകാൻ തുടങ്ങിയപ്പോൾ യവൻ അവളുടെ പുറകെ ചെന്ന് അവളെ കുത്തി കൊല്ലുന്നത് ക്ലിയർ ആയിട്ട് കാണാം. ഇനിയിപ്പോൾ കള്ളത്തരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജെമി കുത്തിയിരുന്ന് കരയാൻ തുടങ്ങി. അവന്റെ അച്ഛൻ എഡി അങ്ങ് സ്റ്റക്കായി പോയി. തന്റെ മകൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാനാവുന്നില്ല. കൊലപാതകം ചെയ്തിട്ട് ആരുടെയും കണ്ണിൽ പെടാതെ ജെമി എങ്ങനെയോ വീട്ടിൽ ചെന്നു. അവന്റെ ഡ്രസ്സെല്ലാം ഊരി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൂസ് ഒഴിച്ച്. അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയതുകൊണ്ട് അത് മാത്രം കീപ്പ് ചെയ്തു. ഇനിയെങ്കിലും പറ ജെമി, എന്തിനു ഇതൊക്കെ ചെയ്തേ? ഇന്നലെ തന്റെ മകളുടെ മരണവാർത്ത അറിഞ്ഞ് വിഷമിച്ച് കരയുന്ന കേറ്റിയുടെ അമ്മയോട് എനിക്ക് സംസാരിക്കേണ്ടി വന്നു. നിനക്ക് അവരുടെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവോ? അവളുടെ അമ്മയോട് സോറി പറയാനെങ്കിലും നീ തയ്യാറാവോ? ജെമി ഒന്നും മിണ്ടുന്നില്ല. കുത്തിയിരുന്ന് ഇങ്ങനെ കരയുവാണ്. അതോടെ അവർ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചു. DIയും DS-ഉം വക്കീലും റൂമിൽ നിന്ന് എണീറ്റ് പോയി. എഡിക്കും സങ്കടം സഹിക്കാനായില്ല. അദ്ദേഹവും കരയുന്നുണ്ട്. എന്തിനാണ് മോനെ ഇങ്ങനെയൊക്കെ ചെയ്തേ? നിനക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം അവനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു.
അത്രേ ഉള്ളൂ. സീരീസിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുവാണ്. ശരിക്കും ഇനിയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ വരുന്നത്. സീരീസിലാകെ 4 എപ്പിസോഡേ ഉള്ളൂ. എപ്പിസോഡുകളെല്ലാം വൺ ഷോട്ടിലാണ് എടുത്തിരിക്കുന്നത്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു ഇവരും അങ്ങനെയൊക്കെ പറഞ്ഞാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ ആവാം, അല്ലെങ്കിൽ ഇടയ്ക്ക് തുന്നിത്തയ്ച്ച് വെച്ചിട്ടുണ്ടാവാം. എന്ത് തന്നെയാണെങ്കിലും ഇതെല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ബാക്കിയുള്ള എപ്പിസോഡുകൾ എവിടെ? വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫോണിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ ടൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ അവിടെ ഓപ്പൺ ആയി വരും. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ എപ്പിസോഡ് 2, 3, 4 എല്ലാത്തിൻ്റെയും ലിങ്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ വീഡിയോസ് ഒന്നും കൺഫ്യൂസ് ആവാതെ കറക്റ്റ് ഓർഡറിൽ കാണാം. ഇനിയിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ നോക്കൂ. ഇവിടെ ഇപ്പോൾ അപ്പിയർ ആയിട്ടുള്ള ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ കാർഡ് കണ്ടില്ലേ? ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതും പോട്ടെ, ഡയറക്റ്റ് അടുത്ത എപ്പിസോഡ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീഡിയോയുടെ കാർഡ് കൊടുക്കുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് അടുത്ത എപ്പിസോഡിലേക്ക് പോകാം. ഇതൊന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് വരുന്ന എപ്പിസോഡുകളൊന്നും മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കൂട്ടോ.